ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂൺ 18, വിശുദ്ധ ഓസാന ആന്ത്രേസി. 5 വയസ്സുള്ളപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ദർശനമുണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധയാണ് ഓസാന. ഇറ്റലിയിലെ കുലീനമായ കുടുംബത്തിൽ നിക്കോളാസ് എന്നും ആഗ്നസ് എന്നും പേരുള്ള ദമ്പതികളുടെ മകളായി ജനിച്ച വിശുദ്ധ ഓസാന ബാല്യകാലത്തെ കൂട്ടുകാർ മാലാഖമാരായിരുന്നു. അവളുടെ സ്വപ്നങ്ങളിൽ മാലാഖമാരും സ്വർഗവും എല്ലാം ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. തന്റെ ജീവിതം യേശുവിന് വേണ്ടി നീക്കി വെക്കുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു. വിവാഹപ്രായം എത്തിയപ്പോൾ മാതാപിതാക്കൾ അവൾക്ക് ആലോചനകൾ കൊണ്ടുവന്നു. വിവാഹ ജീവിതത്തിന് വീട്ടുകാർ നിർബന്ധിച്ചുവെങ്കിലും അവൾ തന്റെ ശപഥത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ 17-ാം വയസ്സിൽ അവൾ ഡൊമിനീഷ്യൻ സന്യാസ സഭയിൽ ചേർന്നു. എന്നാൽ വ്രതവാഗ്ദാനം നടത്തുന്നതിന് അവൾക്ക് സാധിച്ചില്ല. മാതാപിതാക്കളുടെ പെട്ടെന്നുള്ള മരണം തടസ്സമായി വന്നു. തന്റെ ഇളയ സഹോദരങ്ങളെ പോറ്റേണ്ട ചുമതല ഓസാനയ്ക്ക് വന്നു. അങ്ങനെ 37 വർഷം അവൾ ജീവിച്ചു. എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓസാനയുടെ ശീലമായിരുന്നു. തന്റെ ജോലികൾക്കിടയിലെല്ലാം അവൾ യേശുവുമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. നിരവധി ദർശനങ്ങൾ ഓസാനയ്ക്കുണ്ടായി. കുരിശു ചുമന്നുകൊണ്ട് നീങ്ങുന്ന യേശുവിനെ അവൾ കണ്ടു. ദൈവവുമായി സംസാരിക്കുമ്പോഴെല്ലാം ബോധം മറിഞ്ഞ് മറ്റൊരു ലോകത്തെത്തുമായിരുന്നു ഓസാന. യേശുവിന്റെ ശരീരത്തിലേതുപോലെ 5 തിരുമുറിവുകൾ അവളുടെ ദേഹത്തുണ്ടായി. എന്നാൽ അവയിൽ നിന്ന് രക്തം ഒലിച്ചിരുന്നില്ല. പാവങ്ങളെ സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവൾ സമയം കണ്ടെത്തി. തന്റെ ജീവിതം പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ച ഈ വിശുദ്ധ 1505 രോഗങ്ങൾ മൂർച്ഛിച്ച് മരിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മധ്യസ്ഥയായാണ് വിശുദ്ധ ഓസാന അറിയപ്പെടുന്നത്. ഇനി ദിവസം എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.